dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രപ്പോസിഷൻസ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ നോക്കൂ, എന്താണ് പ്രപ്പോസിഷൻ, അതുപോലെ തന്നെ പ്രപ്പോസിഷന്റെ ഉപയോഗം, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം നമുക്ക് എന്താണ് പ്രപ്പോസിഷൻ എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കൂ. The words which indicate the relations of a noun or pronoun to the other words in a sentence. അതായത് ഒരു സെന്റൻസിൽ നാമത്തിന് അല്ലെങ്കിൽ നൗണിന് അല്ലെങ്കിൽ പ്രോനൗണിന് ആ സെന്റൻസിലെ ബാക്കി വരുന്നവയുമായുള്ള ബന്ധം, ആ ബന്ധത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് എന്ത്? പ്രപ്പോസിഷൻസ് കേട്ടോ. The words which indicate the relation of a noun or pronoun to other words in a sentence. ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ അതിൽ നാമങ്ങൾ ഉണ്ടായിരിക്കും, നൗൺ ഉണ്ടായിരിക്കും, പ്രോനൗൺ ഉണ്ടായിരിക്കും. ഇവ കൂടാതെ മറ്റു വാക്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു സെന്റൻസിൽ ആ സെന്റൻസിനകത്ത് വരുന്ന നൗണുകൾക്ക് അതല്ലെങ്കിൽ പ്രോനൗണുകൾക്ക് ആ സെന്റൻസിൽ വരുന്ന മറ്റു വേർഡ്സ്, മറ്റു വാക്കുകളുമായിട്ടുള്ള ബന്ധം, റിലേഷൻ, ആ ബന്ധത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. They are usually placed before nouns or pronouns. ഈ പ്രപ്പോസിഷൻസ് സാധാരണയായിട്ട് നാമങ്ങൾക്ക് അല്ലെങ്കിൽ നാമങ്ങളുടെ അല്ലെങ്കിൽ പ്രോനൗൺസിന്റെ മുൻപിൽ. ബിഫോർ നൗൺസ് ഓർ പ്രോനൗൺസ്, പ്ലേസ്ഡ് ബിഫോർ നൗൺസ് ഓർ പ്രോനൗൺസ്, നൗൺസിന്റെ അല്ലെങ്കിൽ പ്രോനൗൺസിന്റെ മുൻപിൽ സാധാരണയായിട്ട് പ്രപ്പോസിഷൻസ് പ്ലേസ് ചെയ്യുന്നത്. നോക്കൂ, ഇനി ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഒരു സെന്റൻസ് പറയാം, ശ്രദ്ധിക്കട്ടോ. The examination will be conducted on Monday. The examination will be conducted on Monday. ഇവിടെ ദ എന്നുള്ള വേർഡ് ഉണ്ട്. ദ എക്സാമിനേഷൻ അല്ലെ, ദ എന്നുള്ളത് ആർട്ടിക്കിളാണ് അല്ലെ. ദ എക്സാമിനേഷൻ വിൽ ബി കണ്ടക്റ്റഡ് ഓൺ മൺഡേ. ദ എക്സാമിനേഷൻ വിൽ ബി കണ്ടക്റ്റഡ് ഓൺ മൺഡേ. ഒന്ന് നോക്കൂ, ഇതിൽ ഏതാണ് പ്രപ്പോസിഷൻ? ഇതിൽ ഓൺ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പ്ലേസ്ഡ് ബിഫോർ നൗൺസ് എന്നാ പറഞ്ഞത്. പ്ലേസ്ഡ് ബിഫോർ നൗൺസ്, അതായത് നൗണിന് മുൻപില് അല്ലെ, നൗണിന് മുൻപില്. ഇപ്പൊ എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ മൺഡേ എന്ന് പറയുന്ന നൗണ്, ആ നൗണിന് മുൻപ് എന്ത് വന്നിരിക്കുന്നു? ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ വന്നിരിക്കുന്നു. ഞാൻ അടുത്ത എക്സാമ്പിൾ പറയട്ടെ. He is working in a bank. He is working in a bank. ഈ സെന്റൻസിൽ ഏതാണ് പ്രപ്പോസിഷൻ? ഇവിടെ വരുന്ന പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഇൻ എന്നുള്ളതാണ്. ഏതാണ് പ്രപ്പോസിഷൻ? ഇന്ന്. ഇവിടെ എ ബാങ്ക് എന്നുള്ള നൗണ്, ആ നൗണിന് ശേഷമാണ് വന്നിട്ടുള്ളത്. ഇനി പ്രപ്പോസിഷൻസ് രണ്ട് തരമുണ്ട്. ഏതൊക്കെയാ രണ്ട് തരം? സിമ്പിൾ പ്രപ്പോസിഷൻ ആൻഡ് phrase preposition. There are two types of prepositions, simple preposition and phrase preposition. നോക്കൂ, സിമ്പിൾ പ്രപ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സിമ്പിൾ പ്രപ്പോസിഷൻസ് ആർ സിംഗിൾ വേർഡ് പ്രപ്പോസിഷൻസ്. നമ്മൾ ഈ സിംഗിൾ പ്രപ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേര് പോലെ തന്നെ അതിൽ ഒരൊറ്റ വാക്യം ഉണ്ടാവുള്ളൂ, സിംഗിൾ വേർഡ്. എക്സാമ്പിൾ: ഇൻ, അറ്റ്, ഓൺ, എബവ്, അപ്പ്, വിത്ത്, സിൻസ്, ബിറ്റ്വീൻ, ബിസൈഡ്സ്, ഓഫ്, വിത്തിൻ, വിത്തൗട്ട്. വിത്തിൻ, വിത്തൗട്ട്, ഇതൊക്കെ ഓരോ വാക്കുകളാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ എന്താണ്? സിമ്പിൾ പ്രപ്പോസിഷൻസിന് എക്സാമ്പിൾ ആണ്. ഇനി ഫ്രേസ് പ്രപ്പോസിഷൻസ് ആർ സർട്ടൻ വേർഡ് ഗ്രൂപ്പ്സ് വിച്ച് ഫങ്ഷൻ ആസ് പ്രപ്പോസിഷൻ. അതായത് ഇവിടെ വേർഡ് ഗ്രൂപ്പാണ്, അതായത് പ്രപ്പോസിഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ചില വേർഡ് ഗ്രൂപ്പുകൾ.
അപ്പൊ ഇവിടെ ഒരു സിംഗിൾ വേർഡ് ആവില്ല, മറിച്ച് എന്തായിരിക്കാം, ഒരു കൂട്ടം വാക്കുകളായിരിക്കും. ഞാൻ എക്സാമ്പിൾ പറയട്ടെ. എക്സാമ്പിൾ നോക്കൂ. എലോങ് വിത്ത്, ഇൻസ്റ്റെഡ് ഓഫ്, ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, അപ്പാർട്ട് ഫ്രം, ഓവിങ് ടു. ഇവിടൊക്കെ എന്തുണ്ട്, രണ്ട് വാക്കുകൾ, രണ്ടിൽ കൂടുതൽ വാക്കുകളുണ്ട് അല്ലേ. അതായത് എല്ലായിടത്തും രണ്ട് വാക്കുണ്ട്. എലോങ് വിത്ത്, ഇൻസ്റ്റെഡ് ഓഫ്, ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, അപ്പാർട്ട് ഫ്രം, ഓവിങ് ടു. നോക്കൂ, അടുത്തതായി നമ്മൾ പഠിക്കുന്നത് പ്രപ്പോസിഷൻസിൻ്റെ യൂസ് ആണ് കേട്ടോ. പ്രപ്പോസിഷൻസിൻ്റെ യൂസ്. ഇതിൽ നമ്മൾ ആദ്യം ഏതാ പഠിക്കുന്നത്? പ്രപ്പോസിഷൻസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ടൈം. സമയത്തെ കാണിക്കുന്ന പ്രപ്പോസിഷൻസ്, സമയത്തെ കാണിക്കുന്നത്, സമയത്തെ സൂചിപ്പിക്കുന്ന പ്രപ്പോസിഷൻസ്. അതിൽ നമ്മൾ ആദ്യം അറ്റ് എന്നുള്ളതാണ്. അറ്റ് അല്ലേ, അറ്റ് സമയം അല്ലേ. അറ്റ് 8 PM, വൈകുന്നേരം 8 മണിക്ക്, അറ്റ് 8 PM. നോക്കൂ, അപ്പൊ എന്താണ് ഇവിടെ അറ്റിന്റെ പ്രത്യേകത? ഒന്നാമത് പറയുന്ന കാര്യം, അറ്റ് ഡിനോട്ട് ചെയ്യുന്നത്, ഡിനോട്ട്സ് എക്സാക്റ്റ് ടൈം, അതായത് കൃത്യമായ സമയം. ഇതാണ് അറ്റിന്റെ പ്രത്യേകത. അറ്റ് ഡിനോട്ട്സ് എക്സാക്റ്റ് ടൈം, കൃത്യമായ സമയം. നോക്കൂ, അറ്റ് 9, അറ്റ് മിഡ് നൈറ്റ്, അറ്റ് ഡോൺ, അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ മീറ്റിംഗ്, മീറ്റിങ്ങിന്റെ തുടക്കത്തിൽ. അറ്റ് 9, 9 മണിക്ക്. അറ്റ് മിഡ് നൈറ്റ്, അർദ്ധരാത്രി അല്ലെ, 12 മണിക്ക്. നോക്കൂ, എക്സാമ്പിൾസ് സെന്റൻസിൽ വരുമ്പോൾ, ദ പാർട്ടി വിൽ ബിഗിൻ അറ്റ് 7 PM, 7 മണിക്ക് പാർട്ടി തുടങ്ങും. വി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ അറ്റ് നൂൺ, ഉച്ചയ്ക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തി. അപ്പൊ ഇത്തരത്തിൽ കൃത്യമായ എക്സാക്റ്റ് ടൈം. ഇനി അടുത്തത്, അറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ബിഫോർ ഫെസ്റ്റിവൽസ്. ഫെസ്റ്റിവൽസ് ഇല്ലേ, ആഘോഷങ്ങൾ. അപ്പൊ ഫെസ്റ്റിവൽസിന്റെ മുൻപും അറ്റ് ഉപയോഗിക്കും. ഫെസ്റ്റിവൽസ്. ഒരു എക്സാമ്പിൾ നോക്കൂ. മായ സോ ഹർ നെഫ്യൂ അറ്റ് ക്രിസ്മസ്. മായ അവളുടെ അനന്തരവനെ ക്രിസ്മസിന് കണ്ടു. ഇനി അടുത്തതായി നമ്മൾ പോകുന്നത് ഓൺ എന്നുള്ള പ്രപ്പോസിഷനാണ്. ഓൺ എന്നുള്ളത് ഒന്നാമത്തേത്, ഓൺ ഈസ് യൂസ്ഡ് ഫോർ ഡേയ്സ്, ദിവസങ്ങളുടെ പേര്. ദിവസങ്ങൾ പറയുമ്പോൾ ഓണാണ് ഉപയോഗിക്കുക കേട്ടോ. ഡേയ്സ്, ഡേറ്റ്സ്, ഡേയ്സും ഡേറ്റും. പാർട്ട് ഓഫ് എനി ഡേ, ഒരു ഡേയുടെ ഭാഗം. ഡേയുടെ ഭാഗം, ഡേയുടെ ഭാഗം പറയുമ്പോൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യണം, ഡേ കൂട്ടി പറയണം കേട്ടോ. അതായത് എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൺ ദ ഈവനിങ് ഓഫ് 10th ജൂൺ ഉണ്ടോ, ഓൺ ദ ഈവനിങ് ഓഫ് 10th ജൂൺ. അല്ലെങ്കിൽ ഓൺ ദ മോർണിംഗ്, ഓൺ ദി ആഫ്റ്റർനൂൺ. അവിടെയൊക്കെ ശ്രദ്ധിക്കാം, ഓൺ ദ മോർണിംഗ് അല്ലെങ്കിൽ ഓൺ ദ ഈവനിങ് എന്ന് പറയുമ്പോൾ, ഓൺ ദ മോർണിംഗ്, ഓൺ ദി ഈവനിങ്, ഓൺ ദി ആഫ്റ്റർനൂൺ, ഇതൊക്കെ പറയുമ്പോൾ ഡേ കൂട്ടി പറയണം കേട്ടോ. എക്സാമ്പിൾ, ക്യാൻ ഐ മീറ്റ് യു ഓൺ മൺഡേ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ദിവസത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അതായത് യൂസ്ഡ് ഫോർ ഡേയ്സ്. എക്സാമ്പിൾ, ക്യാൻ ഐ മീറ്റ് യു ഓൺ മൺഡേ. ഹെർ ബർത്ത്ഡേ ഈസ് ഓൺ 23rd മാർച്ച്. 23rd മാർച്ച്. നോക്കൂ, അടുത്ത എക്സാമ്പിൾ. നോക്കൂടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രത്യേകിച്ച് ഒരു കാര്യം പറയാണ്, ഓൺ ഈസ് നോട്ട് യൂസ്ഡ് ഇഫ് ഡേ ഈസ് പ്രിസീഡഡ് ബൈ ആൻ അഡ്ജക്റ്റീവ്. അതായത് ഡേ എന്നുള്ളതിൻ്റെ മുൻപിൽ ഒരു അഡ്ജക്റ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൺ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. എക്സാമ്പിൾ നോക്കൂ. ദ ഓൾഡ് മാൻ വിസിറ്റ്സ് ദ മോസ്ക് എവറി ഡേ. ഇവിടെ ഡേ എന്നുള്ളതിന് മുൻപ് എവരി വന്നു. അപ്പൊ അങ്ങനെ ഡേ എന്നുള്ളതിന്റെ കൂടെ ഒരു വിശേഷണം, അതായത് പ്രിസീഡഡ് ബൈ ആൻ അഡ്ജക്റ്റീവ്, ഒരു വിശേഷണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡേ എന്നുള്ളതിന്റെ മുൻപിൽ അതിനെ ഒരു അഡ്ജക്റ്റീവ് പ്രിസീഡ് ചെയ്യുകയാണെങ്കിൽ, മുൻപിൽ വരികയാണെങ്കിൽ
നമ്മൾ ഓൺ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഒരിക്കലും എങ്ങനെ പറയരുത് ദ ഓൾഡ് മാൻ വിസിറ്റ്സ് ദ മോസ്ക് ഓൺ എവറി ഡേ ഈസ് ഇൻകറക്റ്റ്. പിന്നെ ഏതാ കറക്റ്റ്? ദ ഓൾഡ് മാൻ വിസിറ്റ്സ് ദ മോസ്ക് എവറി ഡേ. ഇനി നോക്കൂ, അടുത്തത് നമ്മൾ ഇൻ എന്നുള്ളതിന്റെ ഉപയോഗമാണ്. ഇന്ന് ഈസ് യൂസ്ഡ് ഫോർ, ഒന്നാമത്തേത് പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടി. ഒന്നാമത്തെ എന്താ? പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു നിശ്ചിത ഏതാനും സമയം കേട്ടോ. പീരീഡ് ഓഫ് ടൈം എന്ന് പറയാൻ നിശ്ചിത സമയമല്ല, പകരം കുറച്ച് സമയം അല്ലെ, ഒരു നിശ്ചിതം അല്ലെ, ഒരു ഇത്ര സമയം, പീരീഡ് ഓഫ് ടൈം. എക്സാമ്പിൾ പറയാണ്, യു ഷുഡ് സബ്മിറ്റ് ദ റിപ്പോർട്ട് ഇൻ ദ ഈവനിങ്. വൈകുന്നേരത്തിൽ, ഈവനിങ്ങിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ജസ്റ്റ് ഒരു പീരീഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത സമയം, ഒരു പീരീഡാണ് പറയുന്നത്. ഒരിക്കലും ഇവിടെ ഡേ കൂട്ടിയിട്ടല്ല കേട്ടോ. അതാണ് ഇൻ ദ ഈവനിങ് കേട്ടോ. അതുപോലെ തന്നെ മന്ത് ആൻഡ് ഇയേഴ്സ്. അപ്പൊ നേരെ ശ്രദ്ധിക്കുക, ഡേ കൂട്ടി വന്നിടത്താണ് നമ്മൾ ഓണ് പറഞ്ഞത് കേട്ടോ. ഇനി മന്തും ഇയേഴ്സും പറയുമ്പോൾ എങ്ങനെയാ പറയുന്നത്? മന്തും ഇയേഴ്സും പറയുമ്പോൾ ആദ്യം വരുന്ന എക്സാമ്പിൾ മന്ത് ആണ്. ഐ ആം ഗോയിങ് ടു കാശ്മീർ ഇൻ ഡിസംബർ. ഐ ആം ഗോയിങ് ടു കാശ്മീർ ഇൻ ഡിസംബർ കേട്ടോ. അപ്പൊ ഇത് വേണമെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും, ഇയർ പറയാൻ പറ്റും, ഐ ആം ഗോയിങ് ടു കാശ്മീർ ഇൻ 2025. ഇനി അടുത്തത് ടു ഇൻഡിക്കേറ്റ് ടോട്ടൽ ലെങ്ത് ഓഫ് ടൈം ടേക്കൻ ടു കംപ്ലീറ്റ് ആൻ ആക്ടിവിറ്റി. ഒരു കാര്യം പൂർത്തീകരിക്കാൻ വേണ്ട മൊത്തം ടൈമോ, മൊത്തം എത്ര സമയം വേണം ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ. എക്സാമ്പിൾ, ദ ബസ് വിൽ ടേക്ക് യു ഫ്രം കോട്ടയം ടു കൊച്ചി ഇൻ ആൻ അവർ. അതായത് കോട്ടയത്തിൽ നിന്നും കൊച്ചിയിലേക്ക് ഈ ബസ് നിങ്ങളെ എത്തിക്കാൻ ആവശ്യമായ മൊത്തം സമയം കേട്ടോ. അതായത് ടോട്ടൽ ലെങ്ത് ഓഫ് ടൈം, ദാറ്റ് ഈസ് ഇൻ ആൻ അവർ. ഇൻ ആൻ അവർ കേട്ടോ. എത്രയാണ്? ഇൻ ആൻ അവർ, ഒരു മണിക്കൂർ സമയം. അതാ ടോട്ടൽ സമയമാണ് കോട്ടയത്ത് നിന്നും കൊച്ചിയിലേക്ക് കേട്ടോ. അതാണ് ഇന്നുകൊണ്ട്. ഇനി നോക്കൂ, ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, ഹി ഈസ് ഓൺ ടൈം. ഇതെന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള, ഹി ഈസ് ഓൺ ടൈം. ഈ ഓൺ ടൈം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെഫേഴ്സ് ടു എ ഷെഡ്യൂൾഡ് ടൈം. അതായത് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച ടൈം. നാളെ 12 മണിക്ക് മീറ്റിംഗ്, 12 മണി, ദാറ്റ്സ് എ ഷെഡ്യൂൾഡ് ടൈം. ആ സമയത്തിന് മുൻപ്, അതാണ് എന്ത്? ഹി ഈസ് ഓൺ ടൈം. ഹിയർ ഓൺ ടൈം റെഫേഴ്സ് ടു എ ഷെഡ്യൂൾഡ് ടൈം. He is on time indicates that he reached at the scheduled time, not early or late. അതായത് കൃത്യസമയത്ത് എത്തി എന്നുള്ളതാണ്. അതായത് ആ സമയത്ത് 12 മണി എന്ന് പറയുമ്പോൾ ആ സമയത്തിന് മുൻപോ ആ സമയം കഴിഞ്ഞിട്ടോ അല്ല. അതായത് ആ ഒരു എക്സാക്റ്റ് ടൈം 12 മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷെഡ്യൂൾഡ് ചെയ്ത സമയം 12 മണിയാണെങ്കിൽ ഹി ഈസ് ഓൺ ടൈം എന്ന് പറഞ്ഞാൽ അവൻ കൃത്യം 12 മണിക്കാണ്, അറ്റ് 12 o'clock എന്നുള്ളതാണ്. ഇനി ഹി കെയിം ബാക്ക് ഇൻ ടൈം ഫോർ മൈ വെഡ്ഡിങ്. ഹി കെയിം ബാക്ക് ഇൻ ടൈം ഫോർ മൈ വെഡ്ഡിങ്. എന്താ ഉദ്ദേശിക്കുന്നത്? ഓൺ ടൈമിന് പകരം ഇൻ ടൈം. ഹി കെയിം ബാക്ക് ഇൻ ടൈം. ഹിയർ ഇൻ ടൈം മീൻസ് നോട്ട് ലേറ്റ്, വൈകിയില്ല എന്നാണ്. ഹിയർ ഇൻ ടൈം മീൻസ് നോട്ട് ലൈറ്റ്, നോട്ട് ലേറ്റ്, വൈകിയില്ല, ലേറ്റ് കേട്ടോ. ഹി അറൈവ്ഡ് ഇൻ ഗുഡ് ടൈം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി കെയിം ബാക്ക്, തിരിച്ചെത്തി. ഹി കെയിം ബാക്ക് ഇൻ ടൈം ഫോർ മൈ വെഡ്ഡിങ്. എൻ്റെ വെഡ്ഡിങ്ങിന് അവൻ സമയത്തെത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിയില്ല എന്നാണ്. ചിലപ്പോൾ കുറച്ച് നേരത്തെ ആവാം, വൈകിയിട്ടില്ല. ഹിയർ ഇൻ ടൈം മീൻസ് നോട്ട് ലേറ്റ്, ലേറ്റ് അല്ല. ഹി അറൈവ്ഡ് ഇൻ ഗുഡ് ടൈം. എന്താ ഗുഡ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹിയർ ഇൻ ഗുഡ് ടൈം മീൻസ് വിത്തൗട്ട് ദ റിസ്ക് ഓഫ് ബീങ് ലേറ്റ്. അതായത് വൈകുക എന്ന് പറയുന്ന റിസ്ക് ഇല്ലാതെ, അതായത് വൈകാതെ, ഗുഡ് ടൈം എന്ന് പറഞ്ഞാൽ അതായത് നേരത്തെ അല്ലെങ്കിൽ സമയത്തിന് എത്തി എന്നുള്ളതാണ് എന്ത് ഗുഡ് ടൈം കൊണ്ടും ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കൂ, അടുത്തത്
വിത്തിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കുറെ കേട്ടിട്ടുള്ളതാണ് വിത്തിൻ അല്ലെ, വിത്തിൻ 24 hours അല്ലെ എന്നൊക്കെ പറയും അല്ലെ. എന്താ വിത്തിൻ? വിത്തിൻ ഡിനോട്ട്സ് an action which was or will be completed within certain time period. അപ്പോൾ വിത്തിൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ, അതായത് ഒരു സെർട്ടൈൻ ടൈം പീരീഡ്, വിത്തിൻ എ സെർട്ടൈൻ ടൈം പീരീഡ്, ഒരു കാര്യം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കംപ്ലീറ്റഡ് ആവണം. ഏതുപോലെ? എക്സാമ്പിൾ, ദ ടീച്ചർ ഓർഡേർഡ് ദ സ്റ്റുഡൻസ് ടു ഫിനിഷ് ദയർ പ്രോജക്റ്റ് വർക്ക് വിത്തിൻ എ മന്ത്. അതായത് ടീച്ചർ കുട്ടികളോട് അവരുടെ പ്രോജക്റ്റ് വർക്ക് ഒരു മാസത്തിനുള്ളിൽ, വിത്തിൻ എ മന്ത്, ഒരു മാസത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യണമെന്ന് ഓർഡർ ചെയ്തു. വിത്തിൻ എ മന്ത്, ഒരു മാസത്തിനുള്ളിൽ. ദ ആർട്ടിക്കിൾസ് ഫോർ ദ കോളേജ് മാഗസിൻസ്, കോളേജ് മാഗസിന് വേണ്ട ആർട്ടിക്കിൾസ് ഷുഡ് ബി സെൻറ്റ് വിത്തിൻ എ വീക്ക്, ഒരാഴ്ചക്കുള്ളിൽ. ഷുഡ് ബി സെൻറ്റ്, അയക്കേണ്ടതുണ്ട്. വിത്തിൻ എ വീക്ക്, ഒരാഴ്ചക്കുള്ളിൽ, ഒരാഴ്ചക്കുള്ളിൽ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കിതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം എന്ത് ചെയ്യണം? വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.